നമസ്കാരം. ബാലിവധത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രീരാമൻ സുഗ്രീവനോട് ബാലിയെ പോരിന് വിളിക്കാൻ ആവശ്യപ്പെട്ടു. സുഗ്രീവനും ബാലിയും ആകാരത്തിൽ ഒരുപോലെ ആകിയാൽ യുദ്ധത്തിനിടയിൽ സുഗ്രീവന് ധരിക്കാൻ ഒരു പൂമാല നൽകി. ഒരു മരത്തിന് പിന്നിലൊളിച്ച രാമൻ മിന്നൽ വേഗത്തിൽ ബാലിയുടെ നേർക്ക് അമ്പ് തൊടുക്കുന്നു. അമ്പ് നെഞ്ചിൽ തറച്ച് മഹാനായ വാനര രാജാവ് യുദ്ധക്കളത്തിൽ മാരകമായി മുറിവേറ്റ് വീണു. പരാക്രമശാലിയായ ബാലി വെറും നിലത്ത് മരണാസന്നനായി കിടന്നപ്പോൾ രാമനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ രാമ, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? എന്തിന് നീ ഒളിഞ്ഞിരുന്ന് ഒരു ഭീരുവിനെ പോലെ എൻ്റെ നേർക്ക് അമ്പയച്ചു? ധർമ്മത്തിൻ്റെ രാജകുമാരനായ നീ എന്തിനാണ് വാനരന്മാരുടെ തർക്കത്തിൽ ഇടപെട്ടത്? രാമൻ വീണ് കിടക്കുന്ന വാനര രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ബാലി, നിന്റെ ഭരണം ധാർമ്മികമായിരുന്നില്ല. നിന്റെ സഹോദരനെ അന്യായമായി നീ വഞ്ചിച്ചു. അവൻ്റെ രാജ്യം കവർന്നു. അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കി വെച്ച് അവനെ നാടുകടത്തി. അവൻ്റെ ഭാഗം കേൾക്കാൻ കൂടി തയ്യാറായില്ല. ധർമ്മത്തിൻ്റെ സംരക്ഷകനായ ഞാൻ എവിടെ ധർമ്മം ലംഘിക്കപ്പെടുന്നുവോ അവിടെ നീതി നടപ്പാക്കി ധർമ്മരക്ഷ ചെയ്യുന്നു. മനുഷ്യരോ വാനരരോ ദേവന്മാരോ ആകട്ടെ, എല്ലാവരും ധർമ്മത്താൽ ബന്ധിതരാണ്. നിന്റെ ദുഷ്പ്രവൃത്തികൾ നിന്റെ സിംഹാസനത്തിനുള്ള അവകാശം നഷ്ടപ്പെടുത്തി. ഈ വാക്കുകൾ കേട്ട ബാലിയുടെ അഹന്ത അലിഞ്ഞുപോയി. രാമൻ്റെ മുഖം നോക്കി മനസ്സ് ശുദ്ധമാക്കി ജന്മമരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടി. നന്ദി.